നമുക്കിന്ന് സെക്സ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് സംസാരിച്ചാലോ? നിങ്ങൾക്കറിയോ, സെക്സ് എന്നത് ഫിസിക്കൽ റിലേഷൻ എന്നതിലുപരി ഇതൊരു സ്പിരിച്വൽ സാധനമാണ്. കാരണം സെക്സ് ഓർഗൻ എന്ന് പറയുന്നതേ നമ്മുടെ ബ്രെയിൻ ആണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫീലിങ്സ് എത്രത്തോളം സിങ്ക് ആവുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് പാർട്ട്ണറിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഇത് ശരിയാവും. അല്ലെങ്കിലോ എല്ലാം പോയി. ഒറ്റ വാക്കിൽ പറയട്ടെ, അൺകണ്ടീഷണൽ ലവ്. സെക്ഷുവാലിറ്റിയുടെ ബേസ് തന്നെ അതാണ്. യു ഷുഡ് ലവ് യുവർ പാർട്ട്ണർ. നിങ്ങൾക്ക് എന്തിനു പ്രയോറിറ്റി കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. മറ്റൊന്ന് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സെക്ഷൽ ഹെൽത്ത് ഉണ്ടാകൂ. ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവയൊക്കെ ഉള്ളവരിൽ സെക്സിനോട് തീരെ താല്പര്യം ഉണ്ടാകാറില്ല. സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ എന്നൊരു സ്റ്റിറോയിഡ് കൂടുതലായിരിക്കും. അത് സെക്ഷുവാലിറ്റിയെ ഭയങ്കരമായി നെഗറ്റീവായി എഫക്റ്റ് ചെയ്യും. പിന്നെ പുരുഷന്മാരിൽ തടി കൂടുതലുള്ളവർക്കൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കേൾക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചാണെന്നറിയോ നമ്മുടെ സെക്ഷൽ ഹെൽത്ത് നന്നായിരിക്കുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി പാർട്ട്ണർ. ഇതൊരു പ്രധാനപ്പെട്ട കീവേഡ് തന്നെയാണെന്ന് പറയാം. എല്ലാ ഫാമിലിയിലും വഴക്ക്, പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. സ്വാഭാവികം അല്ലേ? പെർഫെക്റ്റ് ആയ ആരും തന്നെ ഇല്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്താലോ? ദ ഹാവ് എ ബെറ്റർ ഡേ. പക്ഷേ പറഞ്ഞു തീർത്തില്ലെങ്കിലോ? കഴിഞ്ഞു കഥ. ഇങ്ങനെ വഴക്കും ബഹളവും മാത്രമായി കഴിയുന്ന കപ്പിൾസിന് ഒരിക്കലും നല്ലൊരു ഹെൽത്തി സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ ആവില്ല. എല്ലാത്തിനും കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കേണ്ടത്. അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നേ? സ്വയം രക്ഷപ്പെടാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കുറ്റം മുഴുവനും കൊടുക്കും. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചു നോക്കൂ. അപ്പോൾ അറിയാം നിങ്ങളുടെ ലൈഫ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. വീണ്ടും അടുത്ത എപ്പിസോഡുമായി കാണാം. സ്റ്റേ ഹെൽത്തി. താങ്ക് യു.